നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൈമാറിയത് തീവ്രവാദികൾക്കുള്ള തിരിച്ചടി തന്നെയാണ്. എന്നാൽ ഇത് അവസാനമല്ല, ഇന്ത്യ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടിപ്പോയവരെ പോലും പിടിച്ച് തിരികെ കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയും. ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരും രാജ്യത്ത് അസ്വസ്ഥതകൾ ഉണ്ടാക്കിയവരും അവരുടെ ഒക്കെ പട്ടിക തയ്യാറാക്കി ഇന്ത്യ കരുക്കൾ ഓരോന്നായി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ലിസ്റ്റിലെ അടുത്ത ആൾക്കാർ ആരായിരിക്കും? ഒന്നാമത്തേത് ഗോൾഡി ബ്രാർ. ലോറൻസ് ബിഷ്ണോയ് സംഘത്തിലെ പ്രധാന വ്യക്തിയായ സതീന്ദർജിത് സിംഗ് എന്ന ഗോൾഡി ബ്രാർ ഗായകൻ സിദ്ധു മൂസവാലയുടെ ക്രൂരമായ കൊലപാതകം ഉൾപ്പെടെ നിരവധി ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് ഇന്ത്യ തിരയുകയാണ്. നിലവിൽ കാനഡയിൽ താമസിക്കുന്ന ബ്രാർ സംഘത്തിന്റെ വിദേശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. 2022 ജൂണിൽ ഇന്ത്യ അദ്ദേഹത്തിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ കൈമാറൽ ശ്രമങ്ങളെ മന്ദഗതിയിലാക്കി. അടുത്തത് അർഷ്ദല്ല. നിരോധിത സംഘടനയായ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ സ്വയം പ്രഖ്യാപിത നേതാവാണ് അർഷദീപ് സിംഗ് ഗിൽ എന്ന അർഷ്ദല്ല. കാനഡയിൽ താമസിക്കുന്നതല്ല. ഇന്ത്യയിൽ തീവ്രവാദം, കൊള്ളയടിക്കൽ, ഒന്നിലധികം കൊലപാതക കുറ്റങ്ങൾ എന്നിവയുൾപ്പെടെ 50-ലധികം കേസുകൾ നേരിടുന്നു. 2024 ഒക്ടോബറിൽ ഒരു വെടിവെപ്പ് സംഭവത്തെ തുടർന്ന് അറസ്റ്റിലായെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. എന്നിട്ടും ഇന്ത്യയുടെ തിരിച്ചുവരവ് വൈകിപ്പിച്ചു. 2024 ഡൽഹിയെ നിയുക്ത തീവ്രവാദിയായി പ്രഖ്യാപിച്ചു. അടുത്തത് അൻമോൽ ബിഷ്ണോയി. ഗുണ്ടാ സംഘത്തിലെ ലോറൻസ് ബിഷ്ണോയുടെ ഇളയ സഹോദരനായ അൻമോൽ സിദ്ധു മൂസവാലയുടെ രാഷ്ട്രീയക്കാരനായ ബാബ സിദ്ദിഖിന്റെയും കൊലപാതകങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് തിരയുകയാണ്. കഴിഞ്ഞ വർഷം US നിയമവിരുദ്ധമായി രാജ്യത്ത് കടന്നതിന് അറസ്റ്റിലായ ഇയാൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇന്ത്യയിലേക്ക് നാട് കടത്താനുള്ള ശ്രമത്തിലാണ്. അടുത്തത് വിജയ് മല്യ. ഒരു കാലത്ത് നല്ല കാലത്തിന്റെ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന വിജയ് മല്യ ഇപ്പോൾ പ്രവർത്തനരഹിതമായ കിങ്ഫിഷർ എയർലൈൻസുമായി ബന്ധപ്പെട്ട 9,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ കുടുങ്ങിയതിനെ തുടർന്ന് 2016 ഇന്ത്യ വിട്ടുപോയി. 2019 പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട അദ്ദേഹം ഇപ്പോഴും UK തന്നെയാണ് താമസിക്കുന്നത്. അടുത്തത് നീരവ് മോദി. 2019 മുതൽ ലണ്ടൻ ജയിലിൽ കഴിയുന്ന നീരവ് മോദി PNB തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നിരവധി ക്രിമിനൽ കുറ്റങ്ങൾക്കെതിരെ പോരാടുകയാണ്. ഉയർന്ന തോതിലുള്ള വിമാനയാത്രാ സാധ്യത കാരണം UK കോടതികൾ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൈമാറാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും നിയമപരമായ കാലതാമസങ്ങളും അപ്പീലുകളും അദ്ദേഹത്തെ ഏകദേശം 6 വർഷമായി UK തന്നെ നിലനിർത്തുന്നു. അടുത്തത് മെഹുൽ ചോക്സി. നീരവ് മോദിയുടെ അമ്മാവനും PNB തട്ടിപ്പിലെ കൂട്ടുപ്രതിയുമായ മെഹുൽ ചോക്സി 2018 മുതൽ ഒളിവിലാണ്. ആന്റിഗ്വയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതായി ആരോപിക്കപ്പെടുന്ന വിവാദങ്ങൾക്ക് ശേഷം അദ്ദേഹം ബെൽജിയത്തിലേക്ക് താമസം മാറിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു F റെസിഡൻസി കാർഡ് നേടിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ കൈമാറ്റ അഭ്യർത്ഥനയെ സങ്കീർണമാക്കുന്നു. അടുത്തത് സഞ്ജയ് ഭണ്ഡാരി. വിവാദ പ്രതിരോധ ഉപദേഷ്ടാവായ സഞ്ജയ് ഭണ്ഡാരി നികുതി വെട്ടിപ്പിനും കള്ളപ്പണം വെളുപ്പിക്കലിനും ഇന്ത്യയിൽ തിരയുന്ന പ്രതിയാണ്. 2024 ഏപ്രിലിൽ തന്റെ കൈമാറ്റത്തെ തള്ളിയ കീഴ്ക്കോടതിയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനുള്ള ഇന്ത്യയുടെ അപേക്ഷ UK കോടതി തടഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള നിരവധി ശ്രമങ്ങളും 2 ഔപചാരിക അഭ്യർത്ഥനകളും ഉണ്ടായിരുന്നിട്ടും ഭണ്ഡാരി നീതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതാര്? കാത്തിരിക്കാം നമുക്ക്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.